ട്വിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയവരായിരുന്നു. ഫാൻസ് ഒക്കെ അഴിഞ്ഞാടാ തുടരും കണക്കൊരു മോഹൻലാലിന്റെ പടമാ. ഫസ്റ്റ് ഹാഫ് വെറും നല്ല ലാഗായിരുന്നു, ഒരു സീരിയൽ ലെവൽ പോലെയാണ് തോന്നിയത്. 300 കോടി കമ്പാരിറ്റീവ്ലി മറ്റേ 1 and 2 വെച്ച് നോക്കുമ്പോ കുറച്ച് ശോകമാണ്. ഇതുവരെ കാണാത്തൊരു ജോർജ് കുട്ടി. ഇല്ല, ഫസ്റ്റും സെക്കൻഡും മേലെ. ക്ലൈമാക്സ് ഒക്കെ വമ്പൻ ട്വിസ്റ്റ് ആയിരുന്നു, രോമാഞ്ചം വരുന്ന തിയേറ്റർ. ഫസ്റ്റിന്റെ സെക്കൻഡ് അത്ര ആവുന്നില്ല, ബട്ട് കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് നമ്മൾ ഞെട്ടിച്ചോ? അതൊക്കെ ഞെട്ടിച്ചു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിട്ട് ഫീൽ ചെയ്തോ? ഫസ്റ്റ് ഹാഫ് ലാഗായിരുന്നു, ബട്ട് ഭയങ്കര ബോറായിരുന്നു. സെക്കൻഡ് ഹാഫ് സൂപ്പർ ആയിരുന്നു. സെക്കൻഡ് ഹാഫ് മാത്രം മതിയായിരുന്നു പടം. വളരെ മികച്ച പടം, വളരെ മികച്ചത്. ക്ലൈമാക്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു രക്ഷയില്ല, ഫസ്റ്റും സെക്കൻഡും മേലെ അസാധായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് പടം. ഒരു അല്പം പോലും വലിച്ചു കേട്ടിട്ടില്ല, ഒന്നും അഡീഷണൽ കയറ്റിയിട്ടില്ല. എങ്ങനെയാണോ സെക്കൻഡ് തീർക്കുന്നത് അതിന്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിലിംഗ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അവസാനം ഈ പടത്തിൽ ട്വിസ്റ്റ് അല്ല, അതിനെക്കാട്ടും മേലെയുള്ള ഇമോഷൻസും കാര്യങ്ങളെല്ലാം അസാധ്യമായിട്ട് വന്നിട്ടുണ്ട് പടം. ഫസ്റ്റിനും സെക്കൻഡും മേലെ വന്നിട്ടുണ്ട് പടം. പടം ഒരു ആവറേജ് മൂവിയാണ്. ഇന്റർവെൽ വരെ വളരെ സ്ലോ ആണ്. ഇന്റർവെലിന് ശേഷം കുറച്ച് കാണാം. അത്ര ക്ലൈമാക്സ് ട്വിസ്റ്റ് ഒക്കെ ഞെട്ടിച്ചോ? നെറ്റിക്കാവൊന്നുമില്ല, ഒരു അത്ര തന്നെ. ഫസ്റ്റിന്റെ അത്ര ഇല്ല. ഫിലിം പേഴ്സണലി എനിക്കൊരു ആവറേജ് ആയിട്ടാണ് തോന്നുന്നത്. നമ്മള് ദൃശ്യം 1 and 2 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. ഈ ഫസ്റ്റ് ഹാഫ് ഫുള്ളും ഒരു ഡയലോഗിലൊക്കെ ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് ആണ് കുറച്ചെങ്കിലും അല്പമെങ്കിലും ത്രില്ലിംഗ് ആയിട്ടുള്ളത്. കമ്പാരിറ്റീവ്ലി മറ്റേ 1 and 2 വെച്ച് നോക്കുമ്പോൾ കുറച്ച് ശോകമാണ്. എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ്. ഭയങ്കര ലാഗായിട്ട് ഫീൽ ചെയ്തോ? ഫസ്റ്റ് ഹാഫ് ലാഗ് മാത്രമല്ല, നമുക്കൊരു നാച്ചുറൽ ആയിട്ട് തോന്നുന്നില്ല. ഡയലോഗ് ഡെലിവറി ഒക്കെ കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ട് തോന്നി. ക്ലൈമാക്സ് ട്വിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ച പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റ് നമ്മൾ വിചാരിച്ചൊരു കണക്കല്ല. മൂവി വേറൊരു രീതിയിലാണ് പോകുന്നത്. അത് ഓരോരുത്തരും ഓരോ രീതിയിൽ എടുക്കും. എനിക്ക് അത് അങ്ങോട്ട് അക്സെപ്റ്റബിൾ ആയില്ല. നിരാശ എനിക്ക് നിരാശ സത്യം പറഞ്ഞു. ഫസ്റ്റ് ഹാഫ് ഒരു സെക്കൻഡ് ഹാഫിന്റെ ഒരു പകുതി വരെ അടിപൊളി കൊണ്ടുപോയ സിനിമ. ക്ലൈമാക്സ് ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് ഇതിന്റെ ഒരു ഒറ്റ ലൈന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭാകരന്റെ ചൊറിച്ചില് അതന്നെ പറയേണ്ടി വരും. ഒന്നുമില്ല കയ്യടിക്കാനുള്ള രംഗങ്ങൾ ഇടയ്ക്കൊക്കെ വരണുണ്ടെങ്കിലും പടം ഒട്ടും നമ്മുടെ ദൃശ്യത്തിന്റെ ലെവലിൽ എത്തിയിട്ടില്ല. ഇത് എനിക്ക് തോന്നുന്നില്ല ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സെക്കൻഡ് പാർട്ടിലൊക്കെ കണ്ട പോലത്തെ ട്വിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമായിട്ടാണ് എനിക്ക് തോന്നിയത്. സത്യം നല്ല അടുത്തൊരു പാട്ടിന് വേണ്ടി എന്തെങ്കിലും ഉണ്ടോ? ലീഡ് കൊള്ളാം, പക്ഷേ പടം ഒരു സെക്കൻഡ് ഹാഫ് പകുതി വരെ കൊള്ളാം, പക്ഷെ അവസാനം കൊണ്ട് ട്വിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയവരായിരുന്നു. കിട്ടിയില്ല. 1 and 2 ആ ലെവൽ വന്നില്ല. ഇല്ല, എനിക്ക് തോന്നിയില്ല. ക്ലൈമാക്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലൈമാക്സ് കുഴപ്പമില്ല, ഓക്കെയാണ്. ഒരു ആവറേജ് അപ്പോ ആവറേജ് ഇതാണ് തോന്നുന്നത്. കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് ഫസ്റ്റും സെക്കൻഡിനെ അപേക്ഷിച്ച് അത്രയ്ക്ക് എഫക്റ്റീവ് ആയിട്ട് തോന്നിയില്ല. ഒരു വൺ ടൈം വാച്ചബിൾ ആണോ? വൺ ടൈം വാച്ചബിൾ ആണ്. ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ പടം ഒരു സിംഗിൾ പടമായിട്ട് നോക്കുകയാണെങ്കിൽ കൊള്ളാം. അല്ലാതെ നമ്മളിപ്പോൾ ഈ ഒരു ഫ്രാഞ്ചൈസിയിൽ ഒരു പടമായിട്ട് നോക്കുമ്പോഴാണ് അത് അത്രയ്ക്ക് എഫക്റ്റീവായിട്ട് വന്നിട്ടില്ലെന്നൊരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. പക്കാ ഒരു ഇമോഷണൽ സിനിമയാണോ? ഇമോഷണലാ. ഫസ്റ്റ് ഹാഫ് ഒക്കെ കുറെ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. എന്തിനാണ് ചെയ്യണതെന്നൊന്നും അതിൽ കറക്റ്റായിട്ട് കാണിക്കുന്നില്ല. ഫസ്റ്റ് ഹാഫ് വെറും നല്ല ലാഗായിരുന്നു, ഒരു സീരിയൽ ലെവൽ പോലെയാണ് തോന്നിയത്. പിന്നെ സെക്കൻഡ് ഹാഫ് ആയപ്പം പിന്നെ കുറച്ചുകൂടെ എൻഗേജിങ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കൊള്ളായിരുന്നു, അത്രേ ഉള്ളൂ. മാജിക് മൂവിയാണ്. ക്ലൈമാക്സ് ഒക്കെ ഞെട്ടിച്ചോ? ക്ലൈമാക്സ് ഒക്കെ വമ്പൻ ട്വിസ്റ്റ് ആയിരുന്നു, രോമാഞ്ചം വരുന്ന തിയേറ്റർ. അപ്പൊ അടുത്തൊരു 200 കോടി അടുത്തൊരു ഫോറം കൊണ്ട് ഇറങ്ങി അടിപൊളിയായിരിക്കും. നല്ലൊരു ഇത് പാടുകയാണ്. അടുത്ത ലീഡിന് വേണ്ടിയുള്ള ഇതൊക്കെ ഉണ്ട്. അടുത്തൊരു പാർട്ടിനുള്ളതൊക്കെ ഉണ്ട്. ലാസ്റ്റ് ഒക്കെ ഭയങ്കര ട്വിസ്റ്റ് ആയിരുന്നു. തിയേറ്ററുകൾ ഫസ്റ്റ് ഹാഫ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും കൊള്ളാം. പടം മോശമല്ല. തിയേറ്റർ വിസിറ്റിനുണ്ട്, എല്ലാവരും വന്ന് കാണണം. തുടരും മൂവിക്ക് ശേഷം മോഹൻലാലിന്റെ വൻ കത്തലാണ് മൂവി ലോകയുടെ റെക്കോർഡൊക്കെ തകർക്കും. അതൊക്കെ എപ്പോഴേ പോയി തീർന്നത്. ഓക്കെ. അപ്പം ബർത്ത്ഡേക്ക് ലാലേട്ടന്റെ ബർത്ത്ഡേക്ക് ഫാൻസിന് ഒരു ട്രീറ്റ് ആണ്. അത് ഫുള്ള് ഫാൻസ് ഒക്കെ അഴിഞ്ഞാടാ തുടരും കണക്കൊരു മോഹൻലാലിന്റെ പടമാ. 300 കോടി ഇയാളെ കൊണ്ടേ പറ്റുള്ളൂ, ലാലേട്ടനെ കൊണ്ടേ പറ്റുള്ളൂ. ക്ലൈമാക്സ് കത്തിച്ച്. ക്ലൈമാക്സ് ഒന്നും പറയല്ലേ, ഇത് 3 തീരുവളിയാ. അടുത്ത 4 തീരുമെന്ന് അറിഞ്ഞുകൂടാ. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലെങ്ത് ആയിട്ട്. ഫസ്റ്റ് ഹാഫ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഹാഫും കൊള്ളാം, സെക്കൻഡ് ഹാഫും കൊള്ളാം. അല്ല പറയാം, 3 തീരുവില്ല, 4 തീരുവില്ല. അട്ടാറ തൂക്ക് കിട്ടില്ല. ഈ പടം ഇറങ്ങുന്നതിന് വേണ്ടി കുറെ അലവലാദികൾ എന്തിനൊക്കെയാണ് പറഞ്ഞത്. ഇതൊരു ഉപയോഗമല്ലെന്ന് പറഞ്ഞത്. എന്തിനാണ്
പറയണൊക്കെ ഒരുമാതിരി മറ്റേടത്ത ആമ്പല് റിവ്യൂ പറയണത് നല്ല റിവ്യൂ പറയാൻ പറയട്ടെ. പടം നല്ലതെങ്കിൽ നല്ലതെന്ന് പറയണം. നല്ലത് തന്നെയാണ്. കുടുംബ പ്രേക്ഷകർ വന്ന് നിന്ന് നിറയും. കാര്യം ഇയാളെ പൊട്ടിക്കാൻ പറ്റൂല. കാര്യം ഇയാളെ ഉള്ളു പറയാൻ പടം പൊളിഞ്ഞാണെങ്കിൽ മറ്റേ ഇത് എല്ലാത്തും നാക്കൊണ്ട് ആരും ഒന്നും പറയാൻ പാടില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? ലോകയൊക്കെ തീർന്നു. ലോക തീർന്ന് ചത്ത് ലോക ചത്ത് വാഴ ചത്ത്. സൂപ്പർ. 1 2 ദൃശ്യം 1 2 ആ ലെവലുണ്ടോ അതോ എന്താ ദൃശ്യം 1 2 ആ ഒരു ലെവലുണ്ടോ സിനിമ? അതോ അതിനെക്കാളും 3 അതുക്കും മേലെ കാണുമായിരിക്കും. ക്ലൈമാക്സ് ട്വിസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി അടിപൊളി. ഓവറോൾ ഒരു പക്ക ലാലേട്ടൻ നമ്മൾ ഉൾക്കൊള്ളുന്നതിനെക്കാട്ടിയും അപ്പുറം. അപ്പുറം എങ്ങനെയുണ്ട് ക്ലൈമാക്സ് ട്വിസ്റ്റ് ഒക്കെ ഞെട്ടിച്ചോ? അടിപൊളി ടെസ്റ്റോട് ടെസ്റ്റ് നമ്മൾ പ്രതീക്ഷ വന്നതിനേക്കാളും ഡബിൾ കിട്ടിയോ? പ്രതീക്ഷയെക്കാട്ടും അടിപൊളി ദൃശ്യം 1 2 കൊള്ളാമോ? അടിപൊളി. ഓക്കെ താങ്ക് യു. തിന്നിട്ട് പോയി കൊലത്തൂക്ക് ബർത്ത്ഡേ കൊലത്തൂക്ക് സംഭവം ഇതുവരെ കാണാത്ത ഒരു ജോർജ് കുട്ടി, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ജോർജ് കുട്ടിയെ കാണാം. പക്ക ഇമോഷണൽ ആണോ പടം? പക്ക ഇമോഷനൊക്കെ ആണ്, പക്ഷെ ലാസ്റ്റത്തെ ഒരു 20 മിനിറ്റിൽ വരും നമ്മുടെ ഇമോഷൻസ് കത്തിച്ചു കളയും. ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ടിസ്റ്റുകളുണ്ട്. ആൻഡ് ഓരോ ക്യാരക്ടറിനും പക്ക സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. സീൻ മേക്കിംഗ് ആൻഡ് സ്ക്രിപ്റ്റിംഗ് പെർഫോമൻസ് റീമേക്ക് ഒരുത്തരും കൊടുക്കണ്ട. ലാലേട്ട ഒറ്റയ്ക്ക് തൂക്കിക്കോളും ഓൾ ഇന്ത്യ.